അമേരിക്കയും ഇറാനും പരസ്പരം പോർവിളി നടത്തുമ്പോൾ ഏതു സാഹചര്യത്തെയും നേരിടാൻ ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ. പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആണവ കേന്ദ്രങ്ങൾക്കുമേൽ സംരക്ഷണ കവചം ഇറാൻ തീർത്തുവെന്നാണ് വാർത്തകൾ. സാറ്റലൈറ്റ് ചിത്രങ്ങളിലാണ് ഇത് സംബന്ധിച്ച അടയാളങ്ങൾ ഉള്ളത്. പ്ലാനറ്റ് ലാബ്സ് BBC പകർത്തിയ ഉയർന്ന റെസല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷത്തെ 12 ദിവസത്തെ യുദ്ധത്തിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ US ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിരുന്നു. സമാനമായ ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ ചെറുക്കാനും ആഘാതം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് നിലവിലെ നിർമ്മിതിയെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മർദ്ദം തുടരുന്നതിനിടെയാണ് ഈ നടപടി. സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതാക്രമണത്തിനും മറുപടി നൽകുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുമുണ്ട്. ഭീഷണിയെ തുടർന്ന് ചർച്ചകൾ നിരസിച്ചു. അതേസമയം ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തിന്റെ വിവരങ്ങൾ അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും മറയ്ക്കുന്നതിനായാണ് മേൽക്കൂര കെട്ടിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ആണവശേഖരം ഇറാൻ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഇതിനു മുൻപ് തന്നെ മാറ്റിയിരുന്നുവെന്നും ആ സമയത്ത് വാർത്തകൾ പുറത്തുവരികയും ചെയ്തു. ഇറാൻ പുതിയ ആണവ കേന്ദ്രം നിർമ്മിച്ചുവെന്നും അവിടെ പരീക്ഷണ ഗവേഷണങ്ങൾ നടക്കുന്നുവെന്നും ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നുണ്ട്. ഇതിനൊപ്പം അത്യുഗ്രശേഷിയുള്ള ആണവായുധം തലേഖാൻ 2 എന്ന സ്ഥലത്ത് നിർമ്മിക്കുന്നതായും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഇറാൻ പുനരാരംഭിച്ചതായും സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടിസ്ഥാനമാക്കി രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിൽ നിന്ന് 300 കിലോമീറ്റർ തെക്കായാണ് നതാൻസ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇസ്ഫഹാൻ, ഫോഡോ എന്നീ 3 കേന്ദ്രങ്ങളിലായാണ് ഇറാൻ ജൂണിന് മുൻപ് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി വന്നിരുന്നത്. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് നതാൻസിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. ഇസ്ഫഹാനിലാവട്ടെ സമ്പുഷ്ടീകരണത്തിന് സഹായിക്കുന്ന യുറേനിയം ഗ്യാസും. പർവ്വതത്തിനടിയിലായാണ് ഫോഡോ ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ആക്രമണത്തിൽ ഫോഡോയുൾപ്പെടെ സാരമായ നാശനഷ്ടം വന്നുവെന്നായിരുന്നു റിപ്പോർട്ട്. ഇസ്ഫഹാൻ, നതാൻസ് ആണവ നിലയങ്ങൾക്കുമേലാണ് സംരക്ഷണത്തിനായി പുതിയ മേൽക്കൂര സ്ഥാപിച്ചത്. സംരക്ഷണ കവചം വന്നതോടെ ആണവ നിലയങ്ങളുടെ ദൃശ്യം പൂർണ്ണമായും സാറ്റലൈറ്റിൽ നിന്ന് മറഞ്ഞു. ഇതുതന്നെയാകും ഇറാൻ ലക്ഷ്യമിട്ടത് എന്നും വ്യക്തമാക്കുന്നു. രാജ്യാന്തര ആണവ ഏജൻസിയെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് ഇറാൻ കുറച്ചു കാലമായി അനുവദിക്കുന്നതേയില്ല. നിലവിലെ മേൽക്കൂര കെട്ടിമറയ്ക്കൽ കൂടിയായതോടെ വിദൂരമായി പോലും ആണവ നിലയത്തിലേക്ക് നോക്കാനുള്ള സാധ്യതകളും ഇറാൻ അടച്ചു. 2012 ജനുവരിയിൽ നതാൻസിലുള്ള ഇറാന്റെ ആണവ പദ്ധതിയിലെ പ്രധാന വ്യക്തിയായ മുസ്തഫ അഹമ്മദി റോഷനെ ഇസ്രയേലും US ചേർന്ന് കൊലപ്പെടുത്തിയതായും ഇറാൻ ആരോപിച്ചിരുന്നു. ഇറാൻ US കരാറിൽ എത്തേണ്ടി വരുമെന്നും അല്ലാത്തപക്ഷം ആക്രമിക്കുമെന്നുള്ള ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരുകയാണ്. ഇറാൻ ഭരണകൂടത്തിനെതിരെ രാജ്യത്തിനുള്ളിലുണ്ടായ കലാപത്തെ ഖമേനി ഭരണകൂടം അടിച്ചമർത്തിയതിനെ തുടർന്നാണ് ട്രംപ് ആക്രമണ ഭീഷണി കടുപ്പിച്ചത്. അമേരിക്കൻ വ്യോമവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണും മിസൈൽ വേദ കപ്പലുകളും മധ്യപൂർവ്വ പ്രദേശത്തേക്ക് US എത്തിച്ചിട്ടുമുണ്ട്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായി ഉയരുന്നതിനിടയിലാണ് ഈ സംഭവ വികാസങ്ങൾ. ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ഉദ്ദേശിച്ചുള്ള ഒരു വലിയ കപ്പൽപ്പടയായി വിശേഷിപ്പിച്ചുകൊണ്ട് എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. ടെഹ്റാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കുകയും പ്രതിഷേധക്കാരുടെ കൊലപാതകം തടയുകയും ചെയ്യുന്ന ഒരു പുതിയ കരാറിൽ ഒപ്പിടാൻ സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ ചർച്ചകൾക്ക് വിസമ്മതിക്കുകയും അവരുടെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളിൽ അവശേഷിക്കുന്നവയെ ലക്ഷ്യം വെക്കുകയും ചെയ്താൽ മുൻകാല ആക്രമണങ്ങളെക്കാൾ വലിയ സൈനിക ആക്രമണങ്ങൾ നടത്തുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. അതിനിടെ ഇറാനും USഉം തമ്മിൽ യുദ്ധമുണ്ടായേക്കുമെന്ന ഭീതിയിൽ പശ്ചിമേഷ്യ യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ച് US നാവികസേനയുടെ മിസൈൽ ഡിസ്ട്രോയർ ഇസ്രയേൽ തീരത്തേക്ക് നങ്കൂരമിട്ടു. പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി USന്റെ വിമാനവാഹിനി കപ്പലടങ്ങുന്ന വമ്പൻ സൈനിക വ്യൂഹം നീങ്ങുന്നതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. ഇസ്രയേലിലെ ചെങ്കടൽ തുറമുഖ നഗരമായ ഏലാത്തിലാണ് USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന യുദ്ധക്കപ്പലിനെ വിന്യസിച്ചിരിക്കുന്നത്. ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ വഹിക്കുന്ന ഈ കപ്പലിന് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇസ്രയേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ പ്രതിരോധിക്കുക എന്നതുകൂടി ഉദ്ദേശിച്ചാണ് കപ്പലിനെ വിന്യസിച്ചത് എന്നാണ് വിലയിരുത്തൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക നടപടി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ചർച്ചകൾക്ക് തയ്യാറാണെന്നും സൂചന നൽകിയിട്ടുണ്ടെങ്കിലും മേഖലയിലെ സാഹചര്യം ഇപ്പോഴും അതീവ സങ്കീർണമായി തുടരുകയാണ്. ഇറാന്റെ ആണവ നിലയങ്ങളിൽ കമാൻഡോ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള വിപുലമായ സൈനിക നീക്കങ്ങൾ US പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. US ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തോടെ 1000 പുതിയ സ്ട്രാറ്റജിക് ഡ്രോണുകൾ ഉൾപ്പെടുത്തിയതായി ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ വിമാനവാഹിനി കപ്പലുകളെയും തൽക്ഷണം ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. അതിനിടെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി തകർക്കാൻ അമേരിക്കയുമായി ചേർന്നുള്ള സംയുക്ത ആക്രമണത്തിനായി ഇസ്രയേൽ ശ്രമിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.